അല്ലയോ ലോകമാതാവേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ യാചിക്കുകയാണ്. വീണ്ടും എന്നോട് നുണ പറയാനാണോ നീ ക്ഷമ ചോദിക്കുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് എന്റെ ദേവി. ഞാൻ ഒരു അവിവേകവും കാണിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത്... നിനക്ക് പറയാനുള്ളത് പറയണം. എന്റെ ദേവി, ഈയുള്ളവന്റെ അവിവേകം പൊറുക്കണേ. ഞാൻ പാലും തൈരും രണ്ടും എടുത്തു കുടിച്ച തെറ്റ് തന്നെ. പക്ഷേ ഒന്നു മാത്രം കൊണ്ട് എന്റെ ആവശ്യം നടക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിച്ചാലും ദേവി. എനിക്ക് നർമ്മവും കവിതയും സംഗീതവും സ്വായത്തമാക്കണം. പക്ഷേ അതുമാത്രമായാൽ ഞാൻ പട്ടിണിയാകും. ജീവിതത്തിൽ സുഖമുണ്ടാകില്ല. എനിക്ക് സമ്പത്തും കൂടി കിട്ടിയാൽ ഒരു കുടുംബം പുലർത്താനാകും. ദയവായി എന്നെ കൊല്ലല്ലേ ദേവി. എന്നോട് ക്ഷമിക്കൂ ദേവി, ക്ഷമിക്കൂ ദേവി, ക്ഷമിക്കൂ ദേവി, എന്നോട് ക്ഷമിക്കൂ ദേവി, എന്നോട് നിർത്താനാ പറഞ്ഞത്. നിന്നെ ഞാൻ വെറുതെ വിടുന്നു. നിനക്ക് വരമേകുന്നു. സന്തോഷം. എന്നാൽ ശരി, നന്ദി ദേവി. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി അല്ലേ? കേൾക്കൂ, അപ്പോൾ നിനക്ക് 2 വരങ്ങളും കിട്ടിയ സ്ഥിതിക്ക് നീ നർമ്മജ്ഞനും സമ്പന്നനും മാത്രമല്ല ഒരു വിദൂഷകനുമാകും. പക്ഷേ നിന്റെ സമ്പത്ത് അസൂയാലുക്കളായ ശത്രുക്കളെയും സൃഷ്ടിക്കും. ആ ശത്രുക്കൾ രാവും പകലും നിന്നെ പീഡിപ്പിക്കുവാനും വിഷമിപ്പിക്കുവാനും ശ്രമിക്കും. അവർ ശ്രമിച്ചോട്ടെ. ഓഹോ വിദൂഷക, നിൽക്കൂ, ഞാൻ പറയട്ടെ. അയ്യോ, ഓടിക്കോ, അയ്യോ, ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, ഓഹോ, നീ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാനാകുന്നില്ല. നീ ഒരു അതിശയ ജീവി തന്നെയാ രാമ. അതിശയിപ്പിക്കുന്ന നുണയനാണിവൻ. മഹാരാജാവേ, തെന്നാലിരാമൻ വെറുമൊരു സാധാരണ ഗ്രാമീണനാണ്. കള്ളത്തരവും ചതിയും കൊണ്ടാണ് അവൻ ഈ സ്ഥാനത്ത് എത്തിച്ചേർന്നത്. അവിടുന്ന് അവന്റെ വാക്കുകൾ വിശ്വസിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. അവനെ ഗ്രാമത്തിലേക്ക് തിരിച്ചയക്കുക തന്നെ വേണം. കൊള്ളാം രാജഗുരു. അപ്പോൾ ഞാൻ ബാക്കി കൂടി പറയുന്നത് താങ്കൾക്ക് ഇഷ്ടമല്ല അല്ലേ? ശരിയാണ് തത്ത. എന്തിനാ രാവിലെ തടയുന്നത്? രസമുള്ള ഭാഗം വരുന്നതല്ലേ ഉള്ളൂ. ബാക്കി പറയൂ രാമ. കാളി ദേവിയുടെ കൃപ കാരണം സമ്പത്തും നർമ്മബോധവും എനിക്ക് ലഭ്യമായി. എനിക്കറിയാം എന്റെ സ്ഥാനം ഇവിടെയാണെന്ന്. വിജയനഗരത്തിലെ രാജ്യസഭയിൽ. എല്ലാവരും എന്താ ഇത്ര ആവേശത്തിൽ? അപ്പോൾ അറിഞ്ഞല്ലേ, വിജയനഗരത്തിൽ നിന്ന് രാജഗുരു എത്തിയിരിക്കുന്നു മംഗളഗിരിയിലെ ക്ഷേത്ര ദർശനത്തിന്. രാജഗുരുവോ? എന്റെ ടിങ്കിരി, നമ്മൾ എത്തിച്ചേർന്നു. മംഗളഗിരി ക്ഷേത്രം എത്ര മനോഹരമായിരിക്കുന്നു. അതേ യജമാനനെ, എന്തൊരു ചന്ത. എന്താണിത് നീ കാണിച്ചത്? എന്നോട് ക്ഷമിക്കൂ മഹാശയ. കടന്നു പോ അവിടുന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങളുടെ ബഹുമാന്യനായ രാജഗുരു, ഞാനൊരു പാവം പ്രജയാണ്. എനിക്ക് മഹാരാജാവ് കൃഷ്ണദേവരായരെ ഒന്ന് മുഖം കാണിക്കണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങേക്കൊരു പക്ഷേ എന്നെ കുറിച്ച്... നാം എന്തിന് നിന്നെപ്പോലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം? ഞാൻ അവിടുത്തെ ദാസനാണ് പ്രഭു. കൊള്ളാം. എന്നാൽ ശരി, നാം സ്നാനം ചെയ്യാൻ പുഴയിലേക്ക് പോവുകയാണ്. നീ എന്റെ വസ്ത്രവും എന്റെ ഭൃത്തിനെയും അല്ല അനുയായിയെയും ചുമക്കണം. ബഹുമാന്യനായ രാജഗുരു, അങ്ങേക്ക് നന്ദി.
ഞാൻ അങ്ങയുടെ വസ്ത്രങ്ങൾ ഈ കല്ലിന്മേൽ വയ്ക്കാം. എന്താ? ശരി, കൊള്ളാം. ഇനി പട്ടണത്തിൽ പോയി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. വേഗം വരണം. ശരി പ്രഭു, ഇപ്പോൾ വരാം. ഞാൻ തിരിച്ചെത്തി രാജഗുരു. ഞാനിനി ഈ മടയൻ ഇപ്പോഴൊന്നും അറിയില്ല. ഞാൻ അവനെ രാജാവിന്റെ അടുത്ത് എത്തിക്കുമെന്ന് കരുതി അവൻ എല്ലാ ജോലിയും ചെയ്തോളും. നാം അവന്റെ വിജയനഗരം വരെ കൊണ്ടുപോയി നഗരത്തിന് പുറത്ത് തള്ളിയിടും. അത് കൊള്ളാം രാജഗുരു. എന്ത് തന്നെയായാലും താങ്കൾ എന്നെ രാജാവിന്റെ മുന്നിൽ എത്തിക്കും അല്ലേ? എനിക്ക് വിശക്കുന്നു. ആഹാരം കൊണ്ടുവരാൻ പോയ ചെറുക്കിന് എന്ത് പറ്റി? ചേട്ടെങ്കിൽ എന്റെ തോർത്ത് എവിടെ? ടെങ്കിരി എവിടെ? അയ്യോ, ആളുകൾ ഇങ്ങോട്ട് ഓടി വരുന്നു. ടെങ്കിരി, വേഗം വസ്ത്രങ്ങളെടുക്ക്. അത് അവിടെയുണ്ട്. അയ്യോ, കാണാനില്ല. അയ്യോ, തുണികൾ എന്റെ പക്കലുണ്ട് രാജഗുരു. അവ തരണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചേ മതിയാവൂ. താങ്കൾ എന്നെ താങ്കളുടെ ചുമലിലേറ്റിക്കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് നടക്കണം. നീ ഇതിന് അനുഭവിക്കും ചെറുക്കാ. നോക്കിക്കോ. അതപ്പോ കാണാന്നേ. അപ്പോ നടക്കൂ. നല്ല ദിവസം. എനിക്ക് സംഗീതം വരുന്നു. എന്താണിത്? നമ്മുടെ രാജഗുരുവിനെ ഒരു ഗ്രാമീണൻ അധിക്ഷേപിക്കുന്നു. ആരെവിടെ? ഏതോ ഒരു ഗ്രാമീണൻ നമ്മുടെ ഗുരുവിന്റെ ചുമലിൽ കയറിയിരിക്കുന്നു. അവനെ ഉടൻ പിടിച്ചു കെട്ടുക. നീ എന്താണ് ചെയ്യുന്നത്? പാവം രാജഗുരു. അങ്ങനെ ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തി. നിങ്ങളല്ല എന്റെ ഗുരു. ആരാണു നീ? ഞാൻ രാമനാണ്, തെന്നാലി രാമൻ. അപ്പോൾ പക്ഷേ എവിടെ എന്റെ ഗുരു? ഞാനപ്പോൾ ഗുരുവിനെ കണ്ടതു മുതലുള്ള സംഭവങ്ങൾ രാജാവിനെ ധരിപ്പിച്ചു. അദ്ദേഹം രാമ, രാജഗുരു ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെ. ഇനി നിന്റെ സരസത്വം രാജസദസ്സിൽ ആവശ്യമാണ്. നീ നമ്മുടെ കൊട്ടാരം വിദൂഷകനാവുക. ഇതെല്ലാം സ്വീകരിക്കുക. വിജയനഗരത്തിൽ ഒരു ഗൃഹം സ്വന്തമാക്കിക്കൊള്ളുക. എന്താണ് അവിടെ? ഓ, രാജഗുരുവോ? കാരാഗൃഹത്തിൽ നിന്ന് പുറത്ത്? അതെങ്ങനെ? മഹാരാജൻ, ഈ ആൾമാറാട്ടക്കാരനെ ബന്ധിക്കണേ. ഇവൻ അപകടകാരിയാണ്. ആൾമാറാട്ടക്കാരനോ? ഇയാൾ വിദൂഷകനാണ്. എന്ത്? മഹാരാജൻ, ഒന്നുകൂടി ആലോചിക്കണേ. ഇവരൊരു ശല്യക്കാരനാണ്. ഇവരെ നാട് കടത്തിയാലും ഇവര് യാതൊന്നും കൊടുത്തു പോകരുത്. വേണ്ട. നമുക്ക് തോന്നുന്നു നമ്മുടെ രാജകൊട്ടാരത്തിൽ രാമൻ ഇന്നലെ വന്നതുപോലെ. അങ്ങനെയല്ലേ രാജഗുരു? വളരെ കാലം കഴിഞ്ഞ പോലുണ്ട് മഹാരാജൻ. കൊട്ടാരത്തിൽ വെറും വിഷമങ്ങൾ മാത്രമാണ് ഈ തെന്നാലി രാമൻ വരുത്തി വച്ചിരിക്കുന്നത്. വിഷമങ്ങളോ? വിഷമങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? താങ്കൾ ആർഭാടമായി ജീവിക്കുന്നു. താങ്കളുടെ ആ കുടവയർ കണ്ടാൽ അറിയില്ലേ? പക്ഷേ മഹാരാജൻ, വിദൂഷക, താങ്കളുടെ നർമ്മബുദ്ധി ഒന്ന് ഉപയോഗിക്കണം. നമ്മുടെ രാജഗുരുവിനെ എങ്ങനെയാണെന്ന് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്.
ആ. അപ്പോൾ പിന്നെ കാണാം. വിജയനഗരം ബുദ്ധിമാന്മാരുടെയും സന്മനസ്സുള്ളവരുടെയും രാജ്യം. രാജഗുരു, അയ്യോ, ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങളൊരു സുഹൃത്ത് സംഭാഷണം നടത്തുകയല്ലേ. അല്ല, നിൽക്കൂ, അത് വെറും നുണയാ. ഞാനൊരു പാവം വേലക്കാരനാ. കുറെ നാളായി ഞാൻ ഇയാളുടെ ജോലി ചെയ്യുന്നു. ഇയാൾ എന്നെ ദ്രോഹിച്ചു. എന്നെ രക്ഷിക്കൂ. എന്ത് ദ്രോഹമാണ്? വളരെ നല്ലത്, വളരെ നല്ലത്. സഭാഷ്, സഭാഷ്. നല്ലത്. ഇയാൾ എന്നെ ഏറെ ദ്രോഹിച്ചു. എനിക്ക് ഈ ജോലി വേണ്ട. നിനക്ക് പോകണമെങ്കിൽ എനിക്ക് തരാനുള്ളത് തരണം. എന്ത്? ഞാനൊന്നും തരാനില്ലല്ലോ. തീർച്ചയായും ഉണ്ടല്ലോ. നമുക്ക് രാജാവിന്റെ അടുത്ത് പോയി തീർപ്പുണ്ടാക്കാം. അങ്ങനെയാകട്ടെ. അവരങ്ങനെ രാജാവിന്റെ മുന്നിലെത്തി. ബുദ്ധിമാനും ക്ഷമാശീലനുമായ കൃഷ്ണദേവരായന്റെ മുന്നിൽ. ഇയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചു മഹാരാജാ. ഓഹോ, അയാളുടെ വേലക്കാരന്റെ സ്ഥാനം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൂടെ? അവനതിന് കഴിയില്ല പ്രഭു. അങ്ങനെയാണ് കരാറ്. എന്ത് കരാറാണുള്ളത്? മഹാരാജൻ, അവൻ ജോലിക്ക് ചേർന്നത് ഒരു കരാറിലാണ്. അവൻ ജോലി വിടുകയാണെങ്കിൽ എനിക്ക് അവൻ 100 സ്വർണ്ണ നാണയം തരണം. ഞാൻ അവനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഞാൻ അവന് 100 സ്വർണ്ണ നാണയം കൊടുക്കും. എനിക്കവനെ പിരിച്ചുവിടണ്ട. അവൻ പണിയെടുക്കണം, അല്ലെങ്കിൽ 100 സ്വർണ്ണ നാണയം തരണം. പണിയെടുക്ക്, അല്ലെങ്കിൽ പണം തിരിച്ചുതാ. കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല. എനിക്ക് ആ ജോലി വേണ്ട. ഞാൻ ഒരു പാവമാണ് മഹാരാജാവേ. മഹാരാജാവ് വിഷമത്തിലായി. ഒരു വശത്ത് കരാർ, മറുവശത്ത് നിസ്സഹായനായ പാവം യുവാവ്. സഭയുടെ അഭിപ്രായം എന്താണ്? മന്ത്രിമാർക്ക് എന്താണ് പറയാനുള്ളത്? അപ്പണ്ണ നുണ പറയുകയാണ്. അവൻ രാജഗുരുവിന്റെ ജോലി എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുത്തു പോരണം. എനിക്കും തോന്നി അത്. ഞാൻ എന്ത് ചെയ്യാനാ യുവാവേ? ഞാനൊന്നു പറയട്ടെ മഹാരാജൻ. എന്ത് രാമ, നീ ഈ വിഷയത്തിൽ ഇടപെടണ്ട. മഹാരാജാവേ, അപ്പണ്ണയോട് കനിവ് തോന്നണം. രാമൻ അപ്പണ്ണയെ രാജഗുരുവിന്റെ ദ്രോഹത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തീരുമാനിച്ചിരുന്നു. രാജഗുരു, അപ്പണ്ണയെ വിട്ടേക്കണം. ഞാൻ അങ്ങയുടെ ഭൃത്യനാകാം അവന് പകരം. അതേ കരാറിൽ ഞാൻ വിട്ടാൽ ഞാൻ സ്വർണ്ണ നാണയം തരാം. എന്നെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് സ്വർണ്ണ നാണയം തരണം. എനിക്ക് സമ്മതം രാമ. ഇന്ന് മുതൽ നീ എന്നെ സേവിക്കണം. നന്ദി മഹാരാജൻ, എനിക്ക് വളരെ സന്തോഷമായി. ഒരു നിബന്ധനയിൽ നാം ഇത് അനുവദിക്കുന്നു. രാജകീയ പുരുഷന്മാർ രാജഗുരുവിനെ സന്ദർശിക്കും. സേവകന്മാരോട് നന്നായി പെരുമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. മനസ്സിലായോ? അതെ അതെ, തീർച്ചയായും മഹാരാജൻ. ഇനി നിനക്കിതിന്റെ ആവശ്യം വരില്ല. ഇനി എന്റെ സമയമാണ് രാമ. രാജഗുരു, വേണ്ട വേണ്ട വേണ്ട. രാമ, ഇനി ഞാൻ പറയുന്ന ജോലി എല്ലാം നീ ചെയ്യണം. എന്നെ പൂർണ്ണമായും അനുസരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടേ മാനെ,
അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. രാമനെ നന്നായിട്ട് ഉറങ്ങിയോ രാത്രിയില്? എന്റെ ഉറക്കം നശിപ്പിച്ചു അല്ലേ? പോ, എനിക്ക് കുളിക്കാൻ വെള്ളം തയ്യാറാക്ക. എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് അറിയില്ലേ നിനക്ക്? എന്തൊരു ചൂടാണ് ഈ വെള്ളത്തിന് വിട്ടി. അയ്യോ തെറ്റി, മാപ്പ് തരണം. കോമാളി, നീ രക്ഷമ പരീക്ഷിക്കണു. പോയി അടുക്കളയിൽ തീ കത്തിക്ക് വേഗം. അടുക്കള മുഴുവൻ കത്തിക്കുമല്ലോടാ നീ. മര്യാദയ്ക്ക് ജോലി ചെയ്യണം, മനസ്സിലായോ? വേഗം പോയി എന്റെ ആഹാരം തയ്യാറാക്ക. മുളക് മുളക് വെള്ളം വേണോ രാജഗുരു? നല്ല തണുത്ത തണുത്ത വെള്ളം. വളരെ നന്ദി സേവക. വെള്ളത്തിന് എന്തൊരു നാറ്റം! ഇതെന്ത് വെള്ളമായത്? ഇങ്കറിയുടെ ലെങ്കോട്ടി. രാമ, എന്നെ നീ ആകെ പൊള്ളിച്ചു കളഞ്ഞു. ഇപ്പൊ വിശപ്പും. രാജസദസ്സിൽ സമയം വൈകി എനിക്ക് പോകാൻ. ഇത് വെറും ഒരു തുടക്കം മാത്രം. എന്റെ പണം മുഴുവൻ തന്നാൽ ഞാൻ പോയിക്കൊള്ളാം. അത് കൊള്ളാം. അപ്പോ നിന്റെ സൂത്രം മനസ്സിലായി. ഇതുകൊണ്ട് ഞാൻ നിന്നെ പിരിച്ചയക്കില്ല, മനസ്സിലായോ? രാമ, എന്റെ രാജകീയ വസ്ത്രങ്ങൾ എവിടെ? എന്റെ തലപ്പാവ് എവിടെ? അരുത് അരുത് രാമ, അരുത്. എടാ വിട്ടി രാമ, അരുത്. നീ ഇതിന് അനുഭവിക്കും. നോക്കിക്കോ നല്ലവണ്ണം. അങ്ങയെ ഞാൻ സേവിക്കണ്ടേ? ഞാൻ അങ്ങയെ സേവിക്കാം. എന്നോട് ക്ഷമിക്കൂ രാജഗുരു, എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ രാജഗുരു, എന്നോട് ക്ഷമിക്കൂ രാജഗുരു, എന്നോട് ക്ഷമിക്കൂ രാജഗുരു. അങ്ങയുടെ പ്രതിമയ്ക്ക് എന്തൊരു ഭംഗിയാണ്. അരുത് അരുത്, അതൊന്നും ചെയ്യരുത്. മതിയാക്കാൻ നിന്റെ ഈ നശിച്ച സേവനം. നിന്നെ ഇനി കൊന്നിട്ട് കാര്യം. രാജഗുരു, അങ്ങേക്ക് ഇതെന്ത് പറ്റി? എന്റെ ഏമാനെ സഹായിക്കണേ, അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു. അത് രാമൻ, ഇനി നീ ഇയാളുടെ ജോലി ചെയ്യണ്ട. ഇയാൾ നിന്നെ കൊന്നുകളയും. എനിക്ക് മരണത്തെ പേടിയുണ്ട്. എങ്കിലും ഞാൻ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എനിക്ക് ഇദ്ദേഹത്തെ തനിയെ വിടാൻ ഇഷ്ടമല്ല. ഓ, അപ്പൊ എനിക്ക് ഭ്രാന്താണ് അല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. കൊല്ലുന്നതിന് പൊക്കോ ഇവിടുന്ന്. പക്ഷേ ഞാൻ ഒരൊറ്റ ദിവസമല്ലേ അങ്ങയെ സേവിച്ചുള്ളൂ. ഇനിയും എനിക്ക് അങ്ങയെ സേവിക്കണം. സേവനം മാത്രമാണ് എന്റെ ലക്ഷ്യം. തേ തോന്നണം രാജഗുരു, തേ തോന്നണം. പൊക്കോ എന്റെ അടുത്ത് നിന്ന്. ഇനി വരരുത് ഇവിടെ. നിന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. ഇതാ നിനക്കുള്ള പണം. ഇതാ
ഇതാണ് നിന്റെ കരാറ്. അരുത് രാജഗുരു, അരുത്. എന്താ നീ ചെയ്യാതെ? പോയി ഉടന്ന് എന്നെ വിട്, വിട്, എന്റെ കാലിൽ നിന്ന് വിട്. എന്തൊരു യജമാനഭക്തി നിനക്ക്. അരുത് രാജഗുരു, ഇല്ല, ഇല്ല രാജഗുരു. യജമാനനോട് ഇവൻ എന്തൊരു സ്നേഹമാണ്. ഇവനെ ജോലിയിൽ നിർത്തൂ രാജഗുരു. അയ്യോ വേണ്ട, ദയവായി ഇവനെ കൊണ്ടുപോകൂ, ഇവനെ കൂടെ കൊണ്ടുപോകൂ. വീണ്ടും കാണാം. വിജയനഗര സാമ്രാജ്യത്തിൽ ഉത്സവ പകിട്ടാർന്ന ഒരു പ്രഭാതം. ഇന്ന് കൃഷ്ണദേവരായ ചക്രവർത്തി ദൂരദേശങ്ങളിൽ നിന്നുള്ള 3 വിശിഷ്ട വ്യക്തികളെ സ്വീകരിക്കുകയാണ്. എല്ലാം കുറ്റമറ്റതായിരിക്കണം, മനസ്സിലായോ? സംശയിക്കണ്ട പ്രഭു, ഞാൻ വിദേശകാര്യമന്ത്രി എല്ലാ ശ്രദ്ധ വച്ചിട്ടുണ്ട്. യാതൊന്നും വെറുതെ വിട്ടിട്ടില്ല. ഓ, എന്തൊരു കവാടം. രാജഗുരു സൂക്ഷിച്ച്. ഇല്ല. ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആഹാ ദേവി, ഭവതിയുടെ സൗന്ദര്യത്തിൽ ഞാൻ ആറാടി നിൽക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാനാണ്? രാജഗുരു, 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 ഞാൻ എത്തിയല്ലോ. ഇതിന് ഞാൻ നിനക്ക് വച്ചിട്ടുണ്ട് ടിങ്കരി. ഞാൻ നിന്റെ ജീവനെടുക്കും, നോക്കിക്കോ. ദേവി, പാടില്ലാത്തത് സംഭവിച്ചതിന് നാം മാപ്പ് ചോദിക്കുന്നു. സാരമില്ല മഹാരാജൻ. എന്റെ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടാലും ഇദ്ദേഹം ഹൈക്കു, ദേശസഞ്ചാരി, വിദൂരത്തുള്ള നിപ്പോണിൽ നിന്ന്. മഹാരാജൻ, ഇദ്ദേഹം റെയിൻ ഹാർട്ട്, അൽമേനിയയിലെ മരതകപ്പച്ചയാർന്ന സമതലത്തിൽ നിന്ന് വരുന്നു. പിന്നെ ഭവതി മനോഹരിയായ മറീന, ലോകപ്രശസ്തയായ കപ്പിത്താനും സുഗന്ധ വ്യാപാരിയും. വിജയനഗരത്തിലേക്ക് സ്വാഗതം. അങ്ങൊരു മഹാനാണ് തിരുമനസേ. ഞാനാണ് തത്താചാര്യൻ.
ഈ വിജയനഗരത്തിന്റെ രാജഗുരു. ദേവി, രാജാവ് അന്വേഷിക്കുന്നു ഞങ്ങളുടെ രാജ്യം ഒന്ന് ചുറ്റിക്കാണാൻ ഇഷ്ടപ്പെടുമോ എന്ന്. അതൊരു മഹാകാര്യമല്ലേ, നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. പിന്നെ വിദേശകാര്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ സ്വയം രാജഗുരു എന്റെ രാജ്യം, ഞങ്ങളുടെ രാജ്യം കാണിക്കാം. തത്ത, മതിയാക്കണം. താങ്കൾ ഈ യാത്ര നയിക്കുകയില്ല, പക്ഷേ താങ്കൾ നയിക്കും ആനകളെ. അതായത് താങ്കൾ ഇനി മുതൽ നമ്മുടെ ആനക്കാരനാണ്. മഹാരാജാവേ, ഇത് അന്യായമാണ്, കടുത്ത അന്യായം. ഞാൻ ഇതൊരിക്കലും അനുവദിച്ചു തരില്ല. രാജശാസനം അനുസരിച്ച് അധ്യായം 5 ഖണ്ഡം 3. ആനക്കാരാ, താങ്കൾ സ്വീകരിക്കും. ഇല്ലെങ്കിൽ അടുത്ത ജോലി ആനപ്പന്തി വൃത്തിയാക്കലായിരിക്കും. ഇനി രാമനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. എന്ത്? രാമനോ? ഇല്ല, ഇത് സാധ്യമല്ല. മാന്യ അതിഥികളെ, രാമൻ യാത്രയിൽ നിങ്ങളെ അനുഗമിക്കും. എടാ കോമാളി, ഇത് നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും ഒരിക്കലും മറക്കാത്ത യാത്രയാക്കി മാറ്റും ഞാൻ. നോക്കിക്കോ. ഇനി ഞാനിവിടുന്ന് തരിച്ചു പോയിക്കൊള്ളാം. ശരി ആനക്കാരാ. രാജഗുരുവോ, തക്ക സമയത്ത് തന്നെ എത്തി. എന്ത് വേണമെന്നറിയില്ലേ? അതെനിക്ക് തന്നാൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കാം. ശരി തന്നെ, രാമൻ ആനക്കാരനായി തീരും. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ആ സ്ഥാനം വിദൂഷകനേക്കാൾ താങ്കൾക്കാണ് ചേരുക. ഇത് ഞങ്ങളുടെ കൊട്ടാരം വക ചന്ത. എല്ലാതരം സുഗന്ധവ്യഞ്ജനങ്ങളും വില കൂടിയ വസ്തുക്കളും ഇവിടെ കിട്ടും. ആ ചെകുത്താൻ ഫക്കീർ, അവൻ കരിങ്കൽ തുറങ്കിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യം ഈ വിദേശികളെ നോക്കാം, പിന്നെ ഡിങ്കരയെ സ്വർണ്ണ നിറമുള്ള സിംഹമാക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ സ്വർണ്ണരോമം എന്റെ മുടിയോട് കിടപിടിക്കില്ല. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. മരിക്കാൻ ഒരുങ്ങിക്കോ മൃഗമേ. ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആനക്കാരൻ പാപ്പാൻ. ഞാൻ ഈ ചെകുത്താന് ഇപ്പോൾ തന്നെ എന്റെ ഈ വാള് കൊണ്ട് വെട്ടിതുറക്കും. അയ്യോ വേണ്ട. എന്റെ പ്രിയപ്പെട്ട മുടിയോ.
അവനെ തടയാനാവില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എനിക്ക് കയറിൽ കയറേണ്ടി വരും. രാമൻ അയാളെ മോഹേന്ദ്രയിലാക്കി. രാമ, നീ കേമൻ തന്നെ. നന്ദി സുഹൃത്തുക്കളെ. ഫക്കീറതിൽ വീഴുമെന്ന് ഞാൻ കരുതിയില്ല. അതൊന്നുമില്ല, എന്റെ മുത്തച്ഛൻ എന്ന് പഠിച്ച ഒരു പഴയ വിദ്യ. അപ്പോൾ രാജഗുരു എന്ത് പറ്റി? ആ ഫക്കീറിന് എന്നെ ശരിക്കും ഒരു ആനക്കാരനാക്കാൻ ആശയുണ്ടായിരുന്നു. ഏയ്, ഒരു ആനക്കാരൻ തന്നെ ധാരാളമാണല്ലോ. എന്ത് പറയുന്നു? അപ്പൊ പിന്നെ കാണാം. വിജയനഗര സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങുന്നതേയുള്ളൂ. രാജകൊട്ടാരം ഒരു ആഘോഷത്തിന് അണിഞ്ഞൊരുങ്ങുകയാണ്. കൊള്ളാം രാമ, കൊള്ളാം. ഒന്ന് നിൽക്കൂ, ആരാണിത്? വളരെ നന്നായി രാമ. വാ, അതവൻ, പിടിക്കവനെ. നിന്റെ കുതിരകൾ ഒരിക്കലും എന്റെ കുതിരകളോടൊപ്പം എത്തില്ല. പിടിച്ചോ. ആ ഓട്ടം തുടർന്നുകൊണ്ടേപോയി. പക്ഷെ സേനാപതിയുടെ കുതിര മാറ്റാന്റെ കുതിരയ്ക്ക് മുന്നിൽ തോറ്റുപോയി. പിന്നെ കാണാം. നശിച്ച കുതിരെ, ഒന്നിനും കൊള്ളാത്തത്. നിന്നെ ഞാൻ തീർച്ചയായും തൂക്കിലേറ്റും. നോക്കിക്കോ. എല്ലാം ഉദ്ദേശിച്ച പോലെ നടക്കുന്നു എന്റെ പൊന്നെ. നാളെ വിജയനഗരത്തിലേക്കാണ് പോകുന്നത്. പദ്ധതിയുടെ ബാക്കി ഭാഗം അവിടെ ചെന്നാകാം. നമുക്കുറപ്പുണ്ട്, പുറത്താരോ ആണ് ഇത് ചെയ്തത്. മഹാരാജൻ, ഈ അടയാളം ഒന്ന് നോക്കിയാലും ഇതേതോ അന്യരാജ്യത്തിന്റെയാണ്. വിഷമിക്കണ്ട മഹാരാജൻ, നമ്മുടെ കുതിരകൾ അവരെ പിന്തുടർന്ന് പിടിക്കും. നമ്മുടെ കുതിരയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലത്. നമ്മുടെ കുതിരകൾ. മഹാരാജൻ, 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 ആ നുഴഞ്ഞ കയറ്റക്കാരൻ രക്ഷപ്പെട്ടു മഹാരാജൻ. നമ്മുടെ കുതിരകൾക്ക് വേഗത പോരാ മഹാരാജൻ. അവ അത്രയ്ക്ക് മോശമാണോ? രാജഗുരു, താങ്കൾ ഇതേക്കുറിച്ച് വിശദാന്വേഷണം നടത്തണം. ഉത്തരവ് മഹാരാജൻ. ഒരു അന്യ കുതിര ആരാകും അകത്ത്? പ്രഭു, അവിടുത്തെ കുതിരകൾക്ക് മാറ്റാനെ പിടിക്കാനായില്ലെന്നാണ് കേട്ടത്. വാസ്തവമാണോ? താൻ എന്തിനിപ്പോ അതെല്ലാം അറിയണം? താൻ ഇവിടെ വന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചാ മതി. എന്നോട് ക്ഷമിക്കണേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രഭു, ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ല മികച്ച കുതിരകളെയും കൊണ്ടാണ്. ഇതുപോലുള്ളവയെ അങ്ങ് മുൻപ് കണ്ടിട്ടുണ്ടാകില്ല.
ഇതിലൊരു കുതിര മതി 1000 കാലാൾപ്പടയ്ക്ക് തുല്യമാണ്. ഭാഗ്യവശാൽ ചിലവ വിൽക്കാനുണ്ടല്ലോ. ഞാൻ അവയെ കാഴ്ചവെക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുതിരയെ വിൽക്കണമല്ലേ? രാജാവിനെ കൊണ്ട് കുതിരകളെ വാങ്ങിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു തുക തരാം. സ്വർണ നാണയമായി. വിൽക്കുന്ന ഓരോ കുതിരയ്ക്കും ഞാൻ 10 സ്വർണ നാണയം തരാം. ശരി ശരി, അങ്ങക്ക് എന്റെ വാഗ്ദാനം പിടിച്ചല്ലോ. എനിക്ക് കൂടുതൽ വേണം. ഞാനത് 15 സ്വർണ നാണയമായി ഉയർത്താം. പോരാ. ശരി, 18, ഇനിയും 19, പോരാ. 20. സമ്മതമാണ്. സമ്മതിച്ചു. നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ താങ്കളെ ഞാൻ സ്വർണം കൊണ്ടൊന്ന് മൂടട്ടെ. നാളെ രാജസദസ്സിൽ വരൂ. നിങ്ങളുടെ കുതിരകൾ വിറ്റതായി കണക്കാക്കിക്കോളൂ. നമുക്ക് നോക്കാം രാജഗുരു. അപ്പോൾ രാജഗുരു, എന്താണ് നമ്മുടെ കുതിരകൾക്ക് പ്രശ്നം? മഹാരാജൻ, ഞാൻ വിശദമായി അന്വേഷിച്ചു. വാസ്തവത്തിൽ ആ കുതിരകൾ വിജയനഗരത്തിന് അപമാനകരമാണ്. നമ്മുടെ കുതിരകൾ വളരെ മോശപ്പെട്ടവയാണ്. ഒരു നുഴഞ്ഞുകയറ്റക്കാരന്റെ കുതിരയെ പിന്തുടരാൻ അവർക്ക് കഴിവില്ല. എനിക്ക് തോന്നുന്നില്ല അവ അത്രയ്ക്ക് മോശമാണെന്ന്. ശരിയായ പരിശീലനം വേണം. വിദൂഷക, മിണ്ടരുത്. നിനക്ക് കുതിരകളെ കുറിച്ച് എന്തറിയാം? മഹാരാജൻ, ഇത്തരം കുതിരകളെയും വെച്ച് ശത്രുവിനെ നമുക്ക് ജയിക്കാനാകില്ല. മഹാരാജൻ, എന്റെ അഭിപ്രായം അനുസരിച്ച്. രാമ, അങ്ങനെയാണോ രാജഗുരു? അങ്ങേക്ക് എന്തെങ്കിലും ഉപായം പറയാമോ? തീർച്ചയായും ഉണ്ട് മഹാരാജൻ. ഞാനൊരു മാർഗം പറയാം. മഹാരാജൻ, നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കുതിരകളാണ്. പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകൾ. ഓ, പ്രകാശത്തിന്റെ വേഗമോ? എന്ത്? അസാധ്യമാണിത്. ഹേ രാജഗുരു, എവിടെ നിന്നാണ് ഇത്തരം കുതിരകളെ ലഭിക്കുക? ഉണ്ട്, അത്തരം കുതിരകളെ തരാൻ കഴിവുള്ളയാൾ. ടിങ്കരി, വിളിക്കയാളെ. മഹാരാജൻ, ദൂരദേശത്ത് നിന്നും വരുന്ന ഈ കച്ചവടക്കാരനെ പരിചയപ്പെട്ടാലും. ലോകത്തുള്ള അപൂർവങ്ങളായ കുതിരകളുടെ ഉടമയാണ് ഇയാള്. സ്വാഗതം. നിങ്ങളുടെ കുതിരകളെ പറ്റി കേൾക്കട്ടെ. മഹാരാജാവേ, എന്റെ കുതിരകൾ ഏറെ ശക്തിയുള്ളതും ലക്ഷണമൊത്തവയുമാണവ. ആയിരങ്ങളുടെ പടയെ ചവിട്ടി മെതിക്കാൻ കഴിവുള്ളവ. അവയെ നേരിൽ കാണാൻ എനിക്ക് അവസരമുണ്ടായി. അജ്ഞാതനായ കുതിര കച്ചവടക്കാരിൽ നിന്ന് കുതിരകളെ വാങ്ങുവാൻ രാജഗുരു രാജാവിനെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ സഭയിൽ ഒരു വ്യക്തി. പക്ഷെ മഹാരാജൻ. രാജഗുരു, ഇതിന്റെ ചുമതല മുഴുവൻ താങ്കൾക്കാണ്. പക്ഷെ അങ്ങേക്ക് തോന്നുന്നില്ലേ? നിർത്തുരാമ. എന്നാൽ ഇന്നു മുതൽ രാജഗുരു, നാം താങ്കളെ കുതിര സംരക്ഷണ വകുപ്പിന്റെ മഹാസജീവനായി വാഴിച്ചിരിക്കുന്നു. ഞാൻ ധന്യനായി മഹാരാജൻ. രാജ്യം മുഴുവൻ ഈ കുതിരകളെ വാങ്ങാനും വളർത്താനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നാം ഇതാ രാജഗുരുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വിജയനഗരത്തിലെ പ്രജകൾ ആ കുതിരകളെ നന്നായി സംരക്ഷിക്കണം. 3 മാസം കഴിഞ്ഞാൽ നാം സ്വയം അവയെ പരിശോധിക്കുന്നതായിരിക്കും. ഒരു അപേക്ഷയുണ്ട് മഹാരാജാവേ. ദയവ് ചെയ്ത് അത്തരമൊരു കുതിരയെ എനിക്കും തരാൻ കൽപ്പിക്കണം. അങ്ങനെ തന്നെയാകട്ടെ രാമ. ഒരു നല്ല കുതിരയെ രാമനും സ്വന്തമായി ലഭിച്ചു. രാജകൽപ്പന മാനിച്ച് വിജയനഗരത്തിലെ ഓരോ ഗ്രഹത്തിലും കുതിരകളെ തീറ്റി വളർത്തുവാൻ തുടങ്ങി. രാജകീയ സമ്പത്ത് എന്ന നിലയ്ക്ക് അവയെ ഓമനിച്ച് തീറ്റ കൊടുത്ത് വളർത്തി വലുതാക്കി. അങ്ങനെ അവ തടിച്ചു കൊഴുത്തു വലുതായി. എന്നാൽ തെന്നാലിയുടെ പദ്ധതി മറ്റൊന്നായിരുന്നു. ആ ദിവസവും വന്നെത്തി. മഹാരാജാവ് കുതിരകളെ പരിശോധിക്കുവാൻ ഇറങ്ങി. നഗരവാസികളെ, എല്ലാവരും വരിവരിയായി നിൽക്കണം. വിദൂഷക, തന്റെ കുതിര എവിടെ? മഹാരാജൻ രാമൻ കുതിരയെ കൊണ്ടുവന്നിട്ടില്ല. മഹാരാജാവേ, എന്റെ കുതിരയെ തീരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാരാജൻ, അവനെ വിശ്വസിക്കരുത്. ഈ നശിച്ച വിദൂഷകൻ നുണ പറയുകയാണ്. നിയന്ത്രിക്കാനാവാത്ത കുതിര ഒരിക്കലുമില്ല. അവൻ അതിനെ കൊന്നിരിക്കും. എന്റെ ഒരു കുതിരയ്ക്ക് നിയന്ത്രണമില്ലെന്നോ? അസംഭവ്യം! എന്നെ അപമാനിക്കുന്നോ? എങ്കിൽ അങ്ങേക്ക് സ്വയം എന്തുകൊണ്ട് പരിശോധിച്ചുകൂടാ? രാജൻ, ഞാൻ പരിശോധിക്കട്ടെ? തീർച്ചയായും. എല്ലാരും എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. രാജഗുരു, ആ കുതിര ആകെ ഇടഞ്ഞിരിക്കുകയാണ്.
അങ്ങ് മാറിപ്പോകുന്നതാ നല്ലത്. രാജഗുരുവിനെ ഭയപ്പെടുത്തുന്നു. നിന്റെ കോമാളിത്തം എന്റെ അടുത്ത് വേണ്ട വിദൂഷക. അയ്യോ രക്ഷിക്കണേ, അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. രാമ, എന്താണിതെല്ലാം? കുതിര ബഹുമാനപ്പെട്ട രാജഗുരുവിന്റെ കുടുംബം തിന്നാൻ ശ്രമിക്കുകയാണ് അങ്ങുന്നേ. അയ്യോ, ആരെങ്കിലും സഹായിക്കണേ. പതുക്കെ, അയ്യോ, പതുക്കെ പതുക്കെ മണ്ടന്മാരെ. അങ്ങുന്നേ, കുതിര എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഈ രാമനാണ് അതിന്റെ പിറകിൽ. രാമൻ, താൻ ഈ അതിക്രമത്തിന് ഉത്തരം പറയേണ്ടതായി വരും. അവിടത്തേക്ക് ഈ കത്തി ഓർമ്മയുണ്ടോ? മഹാരാജൻ, അവനെ വിശ്വസിക്കരുത്. ഇവനിപ്പോൾ പുതിയൊരു സൂത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. തീർച്ചയായും നാം ഓർക്കുന്നു. അന്ന് അതിക്രമി ഉപയോഗിച്ച കത്തിയാണിത്. മഹാരാജാവേ, ഈ കത്തിയിലെ അടയാളം നോക്കണം. അന്ന് ഈ കത്തി എറിഞ്ഞ വ്യക്തി ഈ രാജ്യസഭയിൽ സന്നിഹിതനാണ് മഹാരാജൻ. അയാളാണ് ഈ കുതിരക്കാരൻ. ആരെവിടെ? അവനെ ബന്ധിക്കൂ. എന്റെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു. നന്നായി രാമ, അഭിനന്ദനങ്ങൾ. രാജഗുരു, താങ്കളെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുകയാണ്. നോക്കൂ മഹാരാജൻ, സംഭവിച്ചതെല്ലാം ഞാൻ ഇനി നിർത്തണം രാജഗുരു. രാമനില്ലായിരുന്നെങ്കിൽ ആ കുതിരക്കാരൻ നമ്മെ വിഡ്ഢിയാക്കുമായിരുന്നു. തെറ്റ് ഇയാളുടേത് മാത്രമല്ല മഹാരാജാവേ, അവിടുന്ന് തിടുക്കത്തിൽ തീരുമാനമെടുത്തു. എന്താണ് ഇതിന്റെ അർത്ഥം രാമ? ശരിക്കൊരു അന്വേഷണം കൂടാതെ അവിടുന്ന് കുതിരകളെ വിതരണം ചെയ്തു. അത് പ്രജകൾക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കി. പട്ടിണി കിടന്നും അവർ കുതിരകളെ തീറ്റിപ്പോറ്റി. അതാണ് ഇതിനെല്ലാം കാരണം. എന്റെ രാമ, താങ്കൾ എന്റെ കണ്ണുകൾ തുറന്നു. അങ്ങനെ തെന്നാലിരാമൻ തനിക്ക് നർമ്മബോധം മാത്രമല്ല ബുദ്ധിശക്തിയുമുണ്ടെന്ന് തെളിയിച്ചു. വീണ്ടും കാണാം. വിജയനഗര സാമ്രാജ്യത്തിൽ മറ്റൊരു സുന്ദര സുദിനം കൂടി പുലർന്നു കഴിഞ്ഞു. തെന്നാലിരാമൻ പതിവ് പോലെ മഹാരാജ കൃഷ്ണദേവരായന്റെ സഭയിൽ പൊട്ടിച്ചിരികളും ആഹ്ലാദവും വാരി വിതറുകയാണ്. താങ്കൾ അതും ചെയ്തോ രാമ? അതെ, താങ്കൾ അതിബുദ്ധിമാൻ തന്നെ. നന്ദി മഹാരാജാവേ. അതിഥിയായെത്തിയ സന്യാസി വടക്കൻ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ ചിന്തകനായിരുന്നു. അദ്ദേഹത്തെ നടത്തി വെട്ടി. മഹാരാജൻ, രാമൻ സന്യാസി വരനോട് ചെയ്തത് ശരിയായില്ല. അദ്ദേഹം ശ്രേഷ്ഠനായ ഒരു വിദേശിയാണ്. തെക്കൻ സാമ്രാജ്യത്തിലെ ഒരു ഞാൻ സഹായിക്കട്ടെ. ദൂരെ പോകട, കടന്നു പോ. നമ്മുടെ പൂർവികരുടെ പേരിൽ ആണയിടാം. ഏറ്റവും സമർത്ഥനായ കള്ളം പോലും തന്റെ മുന്നിൽ തോറ്റുപോകും രാമ. അതവന്റെ സമയം നല്ലതായതുകൊണ്ടാ മഹാരാജൻ. അധികമൊന്നും പറയണ്ട. അവന്റെ ഗ്രഹനില മാറുവാൻ കണ്ടുകൊള്ളൂ. അവന്റെ ഭാഗ്യമെല്ലാം അവസാനിക്കും. മറപ്പുര വൃത്തിയാക്കാൻ പോലും അവനെ കൊള്ളാതാകും. ബഹുമാന്യ രാജഗുരു, ഗ്രഹനില മാറിയാൽ പുലി കഴുതിയായി മാറുമെന്നാണോ? കൊള്ളേണ്ടടുത്ത് കൊണ്ടുവരുന്ന രാജ്യാല രാജഗുരു. അല്ല, പറയൂമോപ്പ, ശരിക്കും താങ്കൾ കൃഷ്ണദേവരായന്റെ കൊട്ടാരത്തിൽ നിന്ന് നിധി കട്ടോ? തീർച്ചയായും. എന്നെ പോലെ സമർത്ഥനായ ഒരു കള്ളൻ അത് വെറും നിസ്സാരം. ഇതെല്ലാം രക്തത്തിലുള്ളതാ. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ കള്ളനായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛനും അച്ഛന്റെ അച്ഛന്റെ അച്ഛനും കള്ളനായിരുന്നു. മനസ്സിലായോ? ശരി മൂപ്പ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. എന്തായാലും ഇത് രഹസ്യമായിരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചുമരുകൾക്കും ചെവിയുണ്ടാവും.
ഇത് അതിശയം തന്നെ. ഇന്ന് രാവിലെ ഞാൻ കൊട്ടാരത്തിൽ പോയിരുന്നു. ഒരാളുടെ മടിശീല കക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? കൊട്ടാരം വിദൂഷകനുണ്ടായിരുന്നു ഇവിടെ. നാട്ടിലെ ഏറ്റവും വലിയ കൗശലക്കാരനാണ് അയാൾ. കള്ളന്മാരെ പിടിക്കാൻ മിടുക്കനും. എന്ത്? ആരാണത്? തെന്നാലി രാമൻ. നമുക്കിവിടുന്ന് പോവാം. എന്താണ് ഈ രാമനെ കുറിച്ചുള്ള കഥകളെല്ലാം? രാജാവ് പറയുന്നു രാജ്യത്തിലെ ഒരു കള്ളനും അയാൾക്ക് കിടനിൽക്കില്ലെന്ന്. ആ രണ്ടാം തരം കൺകെട്ടുകാരൻ. പോകാൻ പറ. ഇതാ കണ്ടോ എന്റെ സാമർഥ്യവും ജന്മവാസനയും ഈ ഉപകരണങ്ങളും. അവരുടെ ഖജനാവും വീടും ഇവയുടെ മുന്നിൽ ബാക്കി വരില്ല. പ്രത്യേകിച്ച് രാമന്റെ. രാജാവ് ഒരു മണ്ടനാ. രാജഗുരു, എന്താണ്? രാമനെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങൾ കിട്ടി. താങ്കൾക്കതൊരു പക്ഷേ ഉപയോഗപ്പെടുമല്ലേ? പറയേ. ശ്വാസം വലിച്ചു വിടൂ മൂപ്പ. മാറിപ്പോടാ. ഇതുപോലെ പേടിപ്പിക്കേണ്ട ആവശ്യം എന്താ? വെട്ടികളെ. രാജഗുരു, വേഷം മാറിയിട്ട്. ശരിയാണ്, ഞാൻ തന്നെയാണിത്. ടിങ്കരി, വേണ്ട എന്ന് പറഞ്ഞില്ലേ? രാജഗുരുവേ, എനിക്ക് ശ്വാസം മുട്ടുന്നു. അങ്ങോട്ട് ഇറങ്ങ്, വേഗം പോ. വേണ്ട. അയ്യോ. അപ്പോൾ എന്റെ കള്ളന്മാരായ സുഹൃത്തുക്കളെ, തെന്നാലി രാമനെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? എന്നത്തെയും പോലെ തെന്നാലി എന്ന പേര് കേട്ടാൽ മതി ആളുകൾ പലവിധത്തിൽ ചിന്തിക്കുവാൻ തുടങ്ങി. പക്ഷേ എന്തായാലും ആ രണ്ട് കള്ളന്മാരും രാജഗുരുവും ഒരു കരാറിലെത്തി. വളരെ രഹസ്യവും ഹീനവുമായൊരു കരാർ. ഇതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊള്ള, കോപ്പ. നാം രാമന്റെ മുതൽ കൊള്ളയടിച്ചാൽ അത്രയ്ക്ക് ധനം രാജഗുരുവും തരാമെന്നേറ്റിരിക്കുന്നു. അതായത് നമുക്ക് ഇരട്ടി മുതൽ കിട്ടും. വിദൂഷകന്റെ പ്രശസ്തി ആകെ നശിക്കും. പതുക്കെ പുറമരമുണ്ട്. പൂച്ചയെ പോലെ എന്റെ പിറകെ വന്നാ മാത്രം മതി. പമ്പര വിട്ടി, നീ ഒരിക്കലും ഒരു നല്ല കള്ളനാകില്ല. പക്ഷെ ഞാൻ ആയിക്കോളാമേ. മിണ്ടരുത്. ശരി, ഇതാ വീടിന്റെ രൂപരേഖയാണ് രാജഗുരു എനിക്ക് തന്നത്. നമുക്കിനി ധനവാന്മാരാകാം. ശരി. അപ്പോൾ രാജഗുരുവാണ് ഇതിന്റെ പിറകിൽ. തുറക്ക്. ഒച്ചൊന്നുമില്ലല്ലോ. നമ്മൾ വളരെ സൂക്ഷിച്ചിരിക്കണം. നാട്ടിൽ കുറെ കള്ളന്മാർ ഇറങ്ങിയിരിക്കുന്നു എന്ന് രാജ്യസഭയിൽ ഇന്ന് സംസാരമുണ്ടായി. വളരെ ശ്രദ്ധിക്കണം. അയ്യോ, വില കൂടിയ വസ്തുക്കളെല്ലാം വീട്ടിൽ അങ്ങുമെങ്ങും കിടക്കേണ്. പേടിക്കണ്ട, ഞാൻ അവയെല്ലാം ഒരു പെട്ടിയിലാക്കി നമ്മുടെ വളക്കുഴിയിൽ ഒളിപ്പിച്ചു വെച്ചു. ആരും അവിടെ നോക്കില്ല. ഒരു സംശയം തോന്നുകയില്ല. അങ്ങ് വല്ലാത്ത ബുദ്ധിമാൻ തന്നെ. പോകാം വളക്കുഴിയിലേക്ക്. കൊള്ളാമല്ലോ, വളക്കുഴി കാലിയാക്കാനുള്ള യന്ത്രം ഇവിടെ തന്നെയുണ്ട്. പക്ഷെ ഈ കുഴൽ എവിടേക്ക് പോകുന്നു? എവിടേക്കോ പോകട്ടെ, അത് രാമന്റെ പ്രശ്നമാ. യന്ത്രം പ്രവർത്തിപ്പിക്കേ. നമുക്ക് ഈ കുഴി ഇപ്പോൾ തന്നെ വറ്റിപ്പിക്കണം. നാളെ രാവിലെ ജയരാമന്റെ വീട് താറുമാറായിരിക്കും. നാട്ടിലുള്ളവരെല്ലാം അവനെ നോക്കി പരിഹസിച്ചിരിക്കും. സുഖമായി ഉറങ്ങിക്കോ രാമ. എന്താണത് ടിങ്കരി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ മസാലയെല്ലാം വലിച്ചു വാരി തിന്നരുതെന്ന്?
മതി ശിങ്കിരി, ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ. നീ പുറത്തിറങ്ങിക്കോ. ഞാനൊന്നും ചെയ്തില്ല. ഇങ്ങനെ പറയില്ലേ? വെളിയില് എനിക്ക് എന്റെ കാര്യം നോക്കണം, അറിയാമോ? ആരവിടെ? ഇവരെ കൊണ്ടുപോകൂ. നന്നായി രാമ, താങ്കൾ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാരെ പിടികൂടി. രാജഗുരുവിന്റെ സഹായമില്ലാതെ ഇത് അസാധ്യമായിരുന്നു മഹാരാജൻ. എങ്കിൽ അദ്ദേഹത്തെയും അനുമോദിക്കണം. എവിടെയാണ് നമ്മുടെ രാജഗുരു? എനിക്ക് തോന്നുന്നു അദ്ദേഹം വീട്ടിൽ കാണുമെന്ന്. രാജഗുരു എന്ത് ചെയ്യുകയായിരിക്കും? ഇങ്ങനെ പതിവില്ലാത്തതാണല്ലോ. വേഗമാകട്ടെ, ഇത് ആരുടെങ്കിലും പറഞ്ഞാൽ. ഈ ദുർഗന്ധം എവിടെ നിന്നാ? രാജഗുരു മഹാരാജാവേ, നാം താങ്കളെ അനുമോദിക്കാൻ വന്നതാണ്. ഞാൻ പിന്നീട് പറയാം മഹാരാജൻ. ഓ ശിങ്കിരി, നിർത്തിതല്ല, മതി. ആദ്യം ശരീരം വൃത്തിയാക്കണം. നമ്മൾ മഹാരാജാവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. രാജഗുരുവാണ് ശരിയായ വീരൻ മഹാരാജാവേ. എനിക്കും അങ്ങനെ തോന്നുന്നു. അപ്പോൾ പിന്നെ കാണാം. വിജയനഗര സാമ്രാജ്യത്തിൽ മറ്റൊരു തെളിവേറിയ പ്രഭാതം. പ്രസിദ്ധനായ തെലുഗു കവി തെന്നാലി രാമൻ പ്രാതൽ കഴിക്കുകയാണ്. ഒപ്പം കവിത ചൊല്ലുകയും. ശ്രീരാമചന്ദ്രന്റെ വദനാരവിന്ദം ദൂരത്തു കണ്ടോരു നക്തഞ്ചരിയ. സുന്ദരി, സ്വാമിൻ, ഒരു പുതിയ പൂച്ചട്ടി ഉടൻ വാങ്ങിക്കൊണ്ടുവരണം. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഞാനൊരു മഹാനായ കവിയാണ്, വിദ്വാനാണ്. അത്തരം താണ പ്രവൃത്തി ഞാൻ എങ്ങനെ ചെയ്യും? എന്നെ കൊണ്ടാകില്ല ഇത് ചെയ്യാൻ. വന്നാലും എന്റെ മൺപാത്രക്കടയിലേക്ക് വന്നാലും ഇവിടെ വലിയ പാത്രങ്ങൾ, ചെറിയ പാത്രങ്ങൾ, ചിത്രപ്പണി പാത്രങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാവരും വരുവിൻ, എന്റെ മൺപാത്രക്കടയിലേക്ക് വരുവിൻ. അങ്ങേക്ക് എന്ത് വേണം? എനിക്കൊരു പൂച്ചട്ടി വേണമല്ലോ. അപ്പൊ സുന്ദരി മറ്റേത് ഉടച്ചോ? വാസ്തവത്തിൽ ഈ മധുരമായ ശബ്ദം ആരുടേതാണ്? അത് ആട്ടക്കുറി മൊല്ലയാണ്. അവൾ ഒരു കവിത എഴുതുകയാണ്, ഭഗവാനെ പറ്റിയാണ്. ആ ശബ്ദം അങ്ങേക്ക് ശല്യമായോ അങ്ങുന്നേ? എനിക്ക് ശല്യമോ? ഇല്ല, അതിശയം തന്നെ. കുശവജാതിയിൽപ്പെട്ട ഒരു പെണ്ണ് തൂലികയെടുക്കുകയോ? രാജഗുരു, പ്രതിപുരുഷ, അങ്ങൊരു വലിയ മഹാപുരുഷൻ. ഞാനോ വെറും ഒരു പാവം. നീ എന്താ ചെയ്യുന്നത്? ഞാൻ കവിത എഴുതുന്നു. എന്റെ ഭാവന ഉണരുന്നു. ഞാൻ ഒരു പെണ്ണിന്റെ കവിത കേട്ടു. എത്ര ഇമ്പമുള്ള വാക്കുകൾ. തെന്നാലി പോലും മയങ്ങിപ്പോയല്ലോ. അവനും ആ പെണ്ണിന്റെ
കവിത കേട്ടുവോ? അവൻ അത്ഭുതപ്പെട്ടു പോയി, സ്വയം മറന്നുപോയി. അസൂയാണോ? എന്നാൽ എനിക്കൊരു സൂത്രപ്പണി ഒപ്പിക്കണം. ആരാണവൾ? ഒരു യുവതിയാണ് മഹാരാജൻ. അവിടുത്തെ മുന്നിൽ കവിത വായിക്കണമത്രേ. ആ കവിത? അവളെ അകത്തേക്ക് വിടൂ. വന്നാലും യുവതി. തിരുമനസേ, ഞാൻ നാട്ടുകുരുമല്ല. ഞാനൊരു കവിത രചിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുന്നിൽ അത് പാടാൻ കഴിഞ്ഞാൽ ഞാൻ തികച്ചും ധന്യയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനെ കുറിച്ചാണ് കവിത? രാമായണം എന്റെ ഭാവനയിൽ. എന്നാൽ അത് വായിക്കാം. ഇന്ന് വൈകുന്നേരം ഇവിടെ വെച്ച്. നന്ദി തിരുമനസേ. നല്ല കാര്യം അല്ലേ തെന്നാലി? ശരിയാണ് രാജൻ. ഒരു നിമിഷം. തീർച്ചയായും. കൊള്ളാമല്ലോ, ഒരു എഴുത്തുകാരി, അതും ഒരു കുശവന്റെ മകൾ തന്നെ. കവിതയിലാണ് അവൾക്ക് അഭിരുചി. സാഹിത്യത്തിലെ ഏറ്റവും വിഷമം പിടിച്ചതാണ് കവിത. എന്നോട് ചോദിച്ചാൽ രാമൻ, ഞാൻ പറയും താങ്കളാണ് കവിതയിൽ ഏറ്റവും ഉന്നതനെന്ന്. താങ്കളില്ലെങ്കിൽ കവിതയില്ല. താങ്കളും കവിതയും ദാ ഇങ്ങനെയാണ്. ഇതിൽ ഞാനേതാണ്? പരിഹാസമാണോ? പക്ഷേ തന്റെ ആ ഉന്നത സ്ഥാനം പരിഹാസമാക്കി കളയല്ലേ. ഞാൻ അവരുടെ കവിത കേൾക്കട്ടെ. രാജഗുരുവേ, ഞാൻ ചില വരികൾ കൂടെ ചേർത്തിട്ടുണ്ട്. രാജഗുരുവേ, അങ്ങ് മഹാനാണ്. നിങ്ങളുടെ വാക്കും. രാമന്റെ ഉള്ളിൽ അസൂയ പുകയുന്നത് ഞാൻ കാണുന്നു ടീങ്കരി. നമുക്കത് ഉടനെ ആളിക്കത്തിക്കണം. രാമന്റെ അസൂയ പുറത്ത് ചാടിച്ചാൽ അവൻ സ്വയം ഒരു പമ്പര വിഡ്ഢിയായി തീരും. രാജാവുമായുള്ള അവന്റെ അടുപ്പം കുറയും. പിന്നെ രാമന്റെ എതിർപ്പിനെ നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല ടീങ്കരി. എല്ലാരും പറയുന്നു ആട്ടക്കുറി മുല്ല ഒരു അത്ഭുതം തന്നെയാണെന്ന്. രാമന്റെ കവി എന്ന സ്ഥാനം അവസാനിച്ചു. രാമന്റെ കാര്യം അവസാനിച്ചു. അവൾ ബുദ്ധിമതിയാണ് രാമനെക്കാളും. രാമനേക്കാൾ എത്രയോ സമർത്ഥയും. രാമനേക്കാൾ സാമർഥ്യമോ? നിന്റെ ചാരുതയേറിയ വാക്കുകൾ കേൾക്കാൻ സമയമായി. വരട്ടെ മഹാരാജൻ. ആദ്യം കവിത വായിക്കാൻ എനിക്ക് അനുവാദം തരണം. അതെന്താ അങ്ങനെയൊരാവശ്യം രാമ? അനുവദിച്ചിരിക്കുന്നു, കേൾക്കട്ടെ. നന്ദി മഹാപ്രഭു. ഇത് ഒരു കളിമൺ കവിതയാണ്. ഉണ്ടായിരുന്നു പോൽ പണ്ടൊരു പെണ്ണ്, അവളുടെ കവിതയിൽ ചേർത്തു കളിമണ്ണ്. പലവിധം അവൾ പാടി കവിത. പക്ഷേ അവളുടെ കളിമൺ കവിത കേട്ടവരെല്ലാം അയ്യോ വിരൽ വെച്ചു മൂക്കിൽ. എന്റെ തെന്നാലി, താനൊരു പുള്ളിയാ. ഇനി മൊല്ല വായിക്കട്ടെ. അവൾ പോയി കഴിഞ്ഞു മഹാരാജൻ. എന്ത്? അവൾക്ക് വിഷമമായോ? മഹാരാജാവേ, തെന്നാലി രാമന് മൊല്ലയോട് അസൂയയാണ്. അതാണ് അവൻ ആദ്യം കവിത വായിച്ചത്. ഒരു കുശവന്റെ സന്തതിയെ പേടിക്കുന്ന ഒരു വിദൂഷകനെ അവിടത്തേക്ക് എന്തിനാണ്? നമുക്കറിയില്ല. നന്നായി തെന്നാലി, അവളെ ഇപ്പോഴും പേടിക്കണം. അവളുടെ മൊല്ല കവിത വളരെ മികച്ചതാണെന്ന് ആളുകളെല്ലാം പറയുന്നു. എനിക്ക് അവളെ യാതൊരു ഭയവുമില്ല. രാമൻ എന്തിനാ അങ്ങനെ ചെയ്തത്? മോല്ല, ഇതാ ഒരു സ്വർണ്ണ നാണയം. നീ എനിക്ക് ഈ പക്ഷിയെ തരുമോ അതോ ഈ നായയോ? ഇപ്പൊ പറയണ തരാണ്. അയ്യോ, ഈ മഹാകവി രാമൻ, അങ്ങ് ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. പക്ഷെ ഞാനതിന്റെ വില വാങ്ങില്ല. മൊല്ല എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ അമ്മയാണ് എന്നാണ്. തെന്നാലിക്ക് സ്വന്തം അമ്മയെ ഓർമ്മ വന്നു. ഞാൻ നിന്റെ അമ്മയാണ്. ചെറുപ്പത്തിൽ താൻ അമ്മയെ എത്ര വിഷമിപ്പിച്ചിരുന്നു എന്നതും. അമ്മേ,
കവിത തനിക്ക് നൽകുന്ന സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെയും സംതൃപ്തിയെയും കുറിച്ച് രാമൻ ഇതാ ബോധവാനായി. ഞാൻ കാണിച്ചത് മര്യാദകേടാണ്. ഞാൻ പറയുന്നതൊന്നു കേൾക്കാമോ? എന്തു പറ്റി രാമ? ദയവായി കൊട്ടാരത്തിൽ വന്ന് ഭവതിയുടെ കവിത ഒന്ന് വായിക്കൂ. മൊല്ലയ്ക്ക് കവിത വായിക്കുവാനൊരു സന്ദർഭം കൂടി നൽകണമെന്ന് രാമൻ രാജാവിനോട് താണപേക്ഷിച്ചു. രാജാവ് അനുവാദം നൽകി. അപ്പോൾ അവൾ വീണ്ടും കവിത വായിക്കാൻ വരികയാണല്ലേ? എന്റെ കവിത പൂർത്തിയായി. രാജഗുരു പ്രതിപുരുഷ. ഗംഗാ നദിയുടെ തെക്കായി കോസലമെന്നൊരു സാമ്രാജ്യം. ഇതത്ര മെച്ചപ്പെട്ട കവിതയൊന്നും അല്ല. അവിടുത്തെ പ്രജകൾക്കെല്ലാം സംതൃപ്തി. ഈ കവിത കേൾക്കുന്നതിൽ എനിക്ക് രാജഗുരു മിണ്ടരുത്. നമുക്ക് ഈ കുട്ടിയുടെ കവിത പൂർണ്ണമായി ശ്രവിക്കണം. മനസ്സിലായോ താങ്കൾക്ക്? അട്ടക്കുരി മൊല്ല രാമായണം വായിച്ചുകൊണ്ടിരുന്നു. സഭാവാസികളെല്ലാം അതിശയിച്ചു, ആനന്ദിച്ചു. ബേഷ്. തെന്നാലി, മൊല്ലയുടെ രാമായണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? താങ്കൾക്ക് അസൂയ തോന്നിയല്ലേ? അസൂയ തോന്നിയിരുന്നു. ഇനി ഞാൻ ഒരിക്കലും അവളെ കളിയാക്കില്ല. ഞാനൊരു കലാകാരനാണ്, പക്ഷെ അവളൊരു ഉജ്ജ്വല പ്രതിഭയാണ്. ശരിയാണ് മൊല്ല, നാം നിനക്ക് സഹായധനം തരും. മാസപ്പടിയായി സ്വർണ്ണ നാണയങ്ങൾ തരും. നീ തുടർന്നും ധാരാളം കവിതകൾ എഴുതണം. പതിവായി രാജ്യസഭയിൽ വായിക്കണം. പക്ഷേ പ്രഭു, അവൾ ഒരു കുശവന്റെ മകളാണ്. ഇനി ആ വാക്കിവിടെ കേട്ടുകൂടാ. മനസ്സിലായോ? പകരം നമുക്ക് അവളുടെ കവിതകൾ കേൾക്കണം. പിന്നെ രാജഗുരു പ്രതിപുരുഷ, അങ്ങൊരു വലിയ മഹാപുരുഷൻ. വേണ്ട. വെറുമൊരു പാവം. അങ്ങോ കണ്ടാൽ മഹാനടിയൻ. തിങ്കരി മതിന്ന് രാജപുരുഷൻ ഏറെ ബുദ്ധിക്കുടൻ. മഹാൻ രാജഗുരു. അങ്ങനെയാണ് തെന്നാലി അട്ടക്കുരിമൊല്ലയെ അംഗീകരിച്ചത്, തന്നെക്കാൾ സമർത്ഥയെന്ന് സമ്മതിച്ചത്. അപ്പോ പിന്നെ കാണാം. സുശോഭിതമായൊരു പ്രഭാതത്തിൽ വിജയനഗരത്തിൽ എങ്ങും പ്രശ്നങ്ങളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഓ തെന്നാലി, പറയൂ സേനാപതി, എന്താണ് പ്രശ്നം? ഉത്തരദേശത്ത് ഡൽഹിയിലെ രാജാവ് നമ്മുടെ രാജ്യാതിർത്തിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. 20,000 സൈനികരടങ്ങിയ സേനയുമായിട്ട്. എന്ത്? അയാൾക്ക് ഇത്രയും ധൈര്യമോ നമ്മോട് എതിർക്കാൻ? എന്താണ് അയാളുടെ വിചാരം? വാസ്തവത്തിൽ മഹാരാജാവേ, അയാളുടെ വിചാരം നമ്മുടെ സേനയ്ക്ക് എവിടെയാണ് ഇത്രയേറെ ശക്തി എന്നാണ്. അത് ശരിക്കുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, നമ്മുടെ കൂട്ടത്തിൽ വെറും മൂഢരായ കവികളും അറിവില്ലാത്ത ശില്പികളും കഴിവില്ലാത്ത ചിത്രകാരന്മാരുമാണുള്ളത്. മാത്രമല്ല സൈന്യമാണെങ്കിൽ ക്ഷീണിതരാണ്. എല്ലാവരും ചുരുക്കിയാണ് ഇവിടെ. ഇതിനെല്ലാം കാരണക്കാരൻ ഈ തെന്നാലിയാണ്. മഹാരാജാവെ, തെന്നാലി രാമൻ തന്റെ അർത്ഥമില്ലാത്ത കവിതകളും സംഗീതവുമായി അങ്ങയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്.
മാത്രവുമല്ല സൈന്യത്തോടുള്ള അങ്ങയുടെ കർത്തവ്യം വിസ്മൃതിയിലാക്കി. കടന്ന കൈയായി പോയി. എന്താണ് നമ്മുടെ സൈന്യത്തിന്റെ സ്ഥിതി? സൈന്യത്തിന്റെ ശക്തി ഇപ്പോൾ എന്റെ വികൃതിയായ ആന, ആ വികൃതിയായ ആന അവൻ അവശനാണ്. ഇല്ല ഇല്ല ഇല്ല, വേണ്ട. എന്റെ ശസ്ത്രാസ്ത്രങ്ങളുടെ സ്ഥിതി അത്ര ശരിയല്ല. അപമാനമാണിത്, അപമാനം. എന്റെ സൈന്യത്തിന്റെ സ്ഥിതി ഇതാണല്ലോ. ഞാൻ ഇനി എങ്ങനെയാണ് എന്റെ ശത്രുക്കളെ നേരിടുക? എന്റെ രാജ്യത്തിന്റെ സ്ഥിതി ആകെ കുഴങ്ങിയല്ലോ. അങ്ങനെയാകില്ല മഹാരാജൻ. ചക്രവർത്തിയുമായി സംസാരിക്കാൻ എനിക്ക് അവസരം തരൂ. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാം. എന്ത്? അങ്ങ് ഇയാളെ എങ്ങനെയാണ് അയക്കുക? ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇയാളാണ്. രാജ്യത്തെ ഈ അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന ഇയാൾക്ക് വധശിക്ഷ നൽകണം. ഒന്നും നിർത്തുന്നുണ്ടോ രാജഗുരു? നിങ്ങളുടെ പരാതിക്ക് ഒരിക്കലും അവസാനമില്ലെന്നോ? ഇത്രയ്ക്ക് അഹങ്കാരമോ? അയാൾ എന്തോ പറയട്ടെ. നിന്റെ അവസാനമാണ്. നോക്കിക്കോ, ഇന്ന് നിന്നെ ഞാൻ നോക്കിക്കോ. ചെല്ലു, എന്റെ രാജ്യത്തെ രക്ഷിക്കൂ. രാജ്യത്തിന്റെ മുഴുവൻ ഭാരവും സ്വന്തം തോളിലേറ്റിക്കൊണ്ട് വിദൂഷകൻ തെന്നാലിരാമൻ ചക്രവർത്തിയെ കാണുവാൻ പോയി. ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു രൂപവുമില്ലായിരുന്നു. ആരാണ് നീ? എവിടെ നിന്ന് വരുന്നു? ഞാൻ വിജയനഗരത്തിലെ മഹാനായ രാജാവ് കൃഷ്ണദേവരായരുടെ ദൂതനാണ്. അല്ലയോ ഉത്തരദേശത്തെ മഹാനായ ചക്രവർത്തി, അദ്ദേഹം അങ്ങയുമായി ഒത്തുതീർപ്പിന് ആഗ്രഹിക്കുന്നു. ഒത്തുതീർപ്പോ? അത് കൊള്ളാമല്ലോ. ചക്രവർത്തി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഒത്തുതീർപ്പോ? എന്തിന്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. കാര്യത്തിൽ അല്പം കളിയെന്ന പോലെ. വിളംബരത്തിന് മുമ്പ് നാം രാജാവിന് ഒരിക്കലും പാലിക്കാനാകാത്ത വ്യവസ്ഥകളായിരിക്കും നിരത്തുന്നത്. കേൾക്കൂ രാജദൂത, നിങ്ങളുടെ രാജാവ് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണെങ്കിൽ തന്നെ സമ്മതം മൂളേണ്ടത് നമ്മുടെ കടമയാണല്ലോ. പക്ഷേ ഒത്തുതീർപ്പ് നമ്മുടെ വ്യവസ്ഥ പ്രകാരമായിരിക്കും. നിങ്ങൾക്ക് ആ മഹാഗ്രന്ഥമായ മഹാഭാരതത്തെക്കുറിച്ച് അറിയുമോ? അറിയുമങ്ങുന്നേ. ആ ഗ്രന്ഥം ഒരു മഹാകാവ്യമാണ്. 18 പർവ്വങ്ങളും അനേകായിരം കവിതകളും അടങ്ങിയത്. ആശ്ചര്യം തന്നെ ദൂത. നീ കാണുന്നത്ര മടയനല്ലെന്ന് തോന്നുന്നു. ശരി, നിനക്കൊരു പുതിയ മഹാഭാരതം എഴുതേണ്ടതായി വരും. മാത്രമല്ല, ആ കഥയിലെ നായകൻ ഈ ഞാനായിരിക്കും. ഒരാഴ്ചയ്ക്കകം അത് പൂർത്തിയാക്കുകയും വേണം. ഈ കഥ നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി സമർപ്പിക്കേണ്ടതുമാണ്. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാന സന്ദേശം സ്വീകാര്യമാണ്. അഥവാ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സൈന്യം നിങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുകയും അവിടം അഗ്നിക്കിരയാക്കുന്നതുമാണ്. ഇനി പോകൂ, തിരികെ പോകൂ. നിങ്ങളുടെ രാജ്യത്ത് ചെന്ന് ഞങ്ങളുടെ വ്യവസ്ഥകൾ അവരെ അറിയിക്കൂ. രാജകൊട്ടാരത്തിൽ ആശയും നിരാശയും ഒരുപോലെ മാറി മാറി അനുഭവപ്പെട്ടു. അസംഭവ്യമാണെന്ന് അറിയാമായിരുന്നെങ്കിലും രാജഗുരുവിന്റെ കാര്യപരിപാടി വേറെ എന്തോ ആയിരുന്നു. നടക്കൂ നടക്കൂ സൈനികരെ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. തെന്നാലിരാമൻ അയോഗ്യനെന്ന് തെളിവായതിനു ശേഷം മഹാരാജാവിന്റെയും രാജ്യത്തിന്റെയും രക്ഷയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. നിങ്ങൾക്ക് മാത്രം. നിങ്ങൾ എനിക്കും മഹാരാജാവിനും സമ്പത്തെല്ലാം എടുത്ത് എളുപ്പം രാജ്യം വിടുവാനുള്ള സൗകര്യമുണ്ടാക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. രാജഗുരു, പിന്മാറുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക പോലും വരുത്. രാമൻ, ഒടുവിൽ നീ എനിക്ക് വേണ്ടി എന്ത് ശുഭവാർത്തയാണ് കൊണ്ടുവന്നിട്ടുള്ളത് രാമ? തെന്നാലി കൃഷ്ണദേവരായരോട് ചക്രവർത്തിയുമായുള്ള ഒത്തുതീർപ്പിനെപ്പറ്റി പറഞ്ഞു. പക്ഷെ രാജാവിന് അത് കേട്ട് സന്തോഷം തോന്നിയില്ല. രാമൻ, വിഡ്ഢി കൂഷ്മാണ്ഡം! ഇക്കാര്യം കേവലം അസംഭവ്യമെന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നാണക്കേടാണ്. മനസ്സിലായോ നിനക്ക്? നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ രാമ, അതും ഈ ദുർഘട സമയത്ത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ രാമ? രാജ്യം വിടുവാനെല്ലാവരും തയ്യാറായിക്കോ. ഖജനാവിലെ ധനമെടുക്ക്. എന്റെ യാത്രയ്ക്കുള്ള വസ്ത്രങ്ങൾ എവിടെ? വേഗമാകട്ടെ, വേഗം വേഗം. ടിങ്കരി, നീ എന്താ ചെയ്യുന്നത് ടിങ്കരി? ഈ പ്രവൃത്തി ചെയ്യാൻ ചക്രവർത്തി എനിക്ക് ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്. എനിക്കൊരു അവസരം തരൂ മഹാരാജാവേ. ശരി തെന്നാലി, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. എന്നാൽ രാമ, നീ ഒരു കാര്യം മനസ്സിലാക്കണം.
രാജ്യത്തിന്റെ സൗഭാഗ്യം ഇപ്പോൾ നിന്റെ കൈകളിലാണ്. മഹാരാജാവേ, ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം. വളരെ നന്നായി എന്റെ സുഹൃത്തുക്കളെ. മഹാഭാരതത്തിന് ഇത്രയും കടലാസ് ധാരാളം മതി. പറയൂ തെന്നാലി, കേവലം ഒരാഴ്ചക്കുള്ളിൽ ഇത്രയേറെ കടലാസുകൾ എങ്ങനെ എഴുതി തീർക്കും? ആ എഴുതാത്ത കടലാസുകൾ പല്ലക്കിൽ വയ്ക്ക്. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. നദിക്കപ്പുറത്ത് ഉത്തരദേശത്തെ ചക്രവർത്തി തന്റെ കൊടി നാട്ടി തന്റെ കൊട്ടാരം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് അളവില്ലായിരുന്നു. തിരുമനസ്സേ, 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 ദൂതൻ വരുന്നുണ്ട്, പല്ലക്കിലേറി. മഹാഭാരതം ഇപ്പോഴേക്കും എഴുതി കഴിഞ്ഞു കാണും. രാജാക്കന്മാരുടെ രാജാവേ, കഠിന പരിശ്രമം കൊണ്ടാണ് ഈ മഹാഗ്രന്ഥം ഞാൻ എഴുതിയത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് അങ്ങേക്ക് സമർപ്പിക്കുന്നതിൽ. എങ്കിൽ പിന്നെ രാജദൂത, ഞാൻ അക്ഷമനാണ്, വായിക്കൂ. ഞാൻ കേൾക്കട്ടെ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായം. തീർച്ചയായും. എന്നാൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് തിരുമനസ്സേ. ഈ കഥയിൽ ഏതാനും താളുകൾ അങ്ങ് എനിക്ക് വേണ്ടി സ്പഷ്ടമാക്കൂ. എന്താണ് സ്പഷ്ടമാക്കേണ്ടത്? ഞാൻ അങ്ങേ അവതരിപ്പിക്കുന്നത് മഹാനായ ധർമ്മപുത്രരുടെ വേഷത്തിലാണ്. ന്യായം നടപ്പാക്കുന്നതിൽ പ്രസിദ്ധനാണല്ലോ. ഞാൻ അങ്ങയുടെ പത്നിയെ ഇതിൽ ദ്രൗപദിയായാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ മഹാഭാരതം അനുസരിച്ച് ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 5 ഭർത്താക്കന്മാർ? അതേ തിരുമനസ്സേ, 5 ഭർത്താക്കന്മാർ. അതായത് എനിക്ക് ആ 4 ഭർത്താക്കന്മാർ ആരായിരിക്കണമെന്ന് തീരുമാനമില്ലായിരുന്നു. അതിനാൽ ഏതാനും താളുകൾ പുസ്തകത്തിൽ എഴുതാതെ വിട്ടിട്ടുണ്ട്. അങ്ങത് മുഴുമിപ്പിക്കാൻ സഹായിച്ചാൽ. 5 ഭർത്താക്കന്മാരോ? അതും എന്റെ ഭാര്യയ്ക്കോ? അതെ, 5 ഭർത്താക്കന്മാർ. അഥവാ അങ്ങത് മുഴുമിപ്പിച്ചാൽ ഞാൻ പെട്ടെന്ന് ഈ ഗ്രന്ഥം എഴുതി തീർക്കാം. അങ്ങ് എന്തു പറയുന്നു തിരുമനസ്സേ? തെന്നാലിയുടെ വാക്കുകൾ കേട്ട് ചക്രവർത്തി ധർമ്മസങ്കടത്തിലായി. നിർജീവമായൊരു വിഗ്രഹം പോലെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ ആസനസ്ഥനായി. നിശബ്ദരാകൂ. എന്റെ കൈ കാണുന്നില്ലേ? ഞാൻ പറയുന്നു, എല്ലാവരും നിശബ്ദരാകാൻ. ഈ പുസ്തകം കത്തിച്ചു കളയൂ. അത് ചാമ്പലായി തീരട്ടെ. തന്റെ അഹങ്കാരത്തിന്റെ പ്രഭാവത്തിൽ ചക്രവർത്തി ലജ്ജിച്ച് തിരികെ പോയി. തെന്നാലി രാമനാണെങ്കിൽ രാജകൊട്ടാരത്തിലേക്ക് വിശ്രമത്തിനായും. തെന്നാലി, നീ അത് ചെയ്തു കാണിച്ചു. ചക്രവർത്തി അപമാനിതനായി തിരിച്ചുപോയി. അങ്ങനെ നമ്മുടെ രാജ്യം വീണ്ടും സുരക്ഷിതമായി. അതും ഏതാനും എഴുതാത്ത കടലാസുകളുടെ സഹായത്തോടെ. എന്താ രാജഗുരു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഗംഭീരമായിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു മഹാരാജൻ ഈ സൂത്രം പാലിക്കുമെന്ന്. അപ്പൊ പിന്നെ കാണാം. ഈ പൗരാണിക സ്നേഹിതരെ, നാം ഇതാ വീണ്ടും വിജയനഗരത്തിലെത്തിയിരിക്കുന്നു. ഇവിടുത്തെ പ്രജകൾ
ഉദാരനായ കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ ഭരണത്തിൽ സന്തുഷ്ടരാണ്. ഒരു ദിവസം കാലവർഷത്തിന്റെ അനുഗ്രഹം കൊണ്ട് പച്ചപ്പട്ടണിഞ്ഞ കുന്നിൻ ചെരുവിലൂടെ ഒരു അപരിചിതൻ നഗരത്തിലേക്ക് വന്നു. എല്ലാരും വരും, അതാ അവിടെ പാവക്കളി. ഇനി ഇതാ അടുത്ത വിദ്യ. ഇതാ ഇതിനകത്തൊന്നുമില്ല. ഇതാ നോക്കണം. അത്ഭുതം തന്നെ രാമ, നമുക്കിനിയും കാണണം. വെറും ചെപ്പടി വിദ്യകളാ മഹാരാജൻ, വെറും നാണക്കേടാണിത്. നാണക്കേടാ? രാജ്ഗുരു, രാജഗുരുവേ, ഞാനിവിടെ വിഷമിക്കേണ്ട ഗുരുവേ. നമുക്ക് തുടരാമല്ലേ? അടുത്ത മായിക വിദ്യക്ക് കാഴ്ചക്കാരിൽ നിന്നും ഒരു സുന്ദരി കടന്നു വരേണ്ടതായിട്ടുണ്ട്. ആട്ടക്കുരുമൊല്ല, ഈ അരങ്ങത്തേക്ക് ഒന്നു വരാമോ? എന്ത്? ഞാനോ? ചെല്ലു ആട്ടക്കുറി, രാമന്റെ കൂടെ കൂടണം. ശരി, ഞാൻ ചെല്ലാം. തിരുമനസേ, നാട്ടിലൊരു പാവക്കളിക്കാരൻ വന്നിരിക്കുന്നു. പാവക്കളിയോ? ഛേ, വെറും ഒരു പാവക്കളിക്കാരൻ. നിൽക്കണം, അവൻ എന്റെ വിദ്യകൾക്ക് മുന്നിൽ നിസാരൻ. മാത്രമല്ല, ഞാൻ പറയട്ടെ, സുന്ദരി, മാന്യമഹാജനങ്ങളെ, മഹതികളെ, കുട്ടികളെ, നാട്ടുകാരെ, പാവക്കളി ഇത് ആരംഭിക്കുകയായി. പുരാതന നഗരമായ ആഗ്രയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു മഹാത്ഭുതം അരങ്ങേറുവാൻ പോകുകയാണ്. ആരാമത്തിന്റെ ഏകാന്തതയിൽ എന്റെ പ്രിയപ്പെട്ട രാജകുമാരിയെ സന്ധിക്കാൻ കഴിഞ്ഞാൽ ഞാൻ സന്തുഷ്ടനായി. എന്റെ പ്രേമഭാജനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും ഇവിടെ. എന്റെ പ്രിയപ്പെട്ട രാജകുമാരാ, ഭൂപാവി, മിണ്ടരുത്. കളി കാണുമ്പോൾ ശബ്ദിക്കരുത്. ടിങ്കരി, രാമന്റെ മാനം പോയി. പാവക്കളിക്കാരൻ രാജാവിന്റെ മനസ്സപഹരിച്ചു. ഈ വിജയനഗരത്തിലെ ജനത്തിന്റെ മുഴുവനും. ഞാൻ ഇനി അവനോടാണ് കൂട്ടുകൂടാൻ പോകുന്നത്. ഒന്നിച്ച് നമ്മൾ ധനികരാകും. രാമന്റെ വിദൂഷക സ്ഥാനത്തിന് അന്ത്യം അടുത്തു കഴിഞ്ഞു. പ്രിയതമേ, നമുക്കുടൻ വിവാഹിതരാകണം. ഒരുമിച്ച് നമുക്ക് കൊട്ടാരം വിടണം. അയ്യോ അയ്യോ, അതല്ല ശ്ലോ, നശിച്ച രാജദൂതൻ. അതെ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കി. ഞാൻ രാജകുമാരി പവിയെ എന്റെ യജമാനന്റെ അടുത്തെത്തിക്കും. എന്താണ് ഈ പറയുന്നത്? അതെ, മഹാടിയുടെ നിഴലുകളുടെ രാജാവിന്റെ അടുത്ത്. അയ്യോ, വേണ്ട. നശിച്ച രാക്ഷസ, എന്റെ പവിയെ നിന്റെ നശിച്ച നാട്ടിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല. കടന്നു പോവിടുന്ന്. എന്റെ രക്ഷിക്കണേ കുമാരാ. പാവം വിട്ടി. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണേ രാജകുമാരാ.
എന്നിട്ട് രാജകുമാരിക്ക് എന്ത് പറ്റി? അതാണ് മാന്ത്രിക രഹസ്യം. അതറിയാൻ നാളെ വരെ കാക്കണം. സേനാപതി, ഈ മാന്ത്രിക സുഹൃത്തിനെ ആദരിക്കാൻ ഒരു വിരുന്നൊരുക്കണം. ശരി മഹാരാജൻ, ഉത്തരവ്. ശരിക്കും ഒരു മാന്ത്രിക പ്രകടനം തന്നെ. നമുക്ക് നാളെ വരെ ക്ഷമിച്ചിരിക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട മഹാരാജാവേ, അവിടുത്തെയും അവിടുത്തെ പ്രജകളുടെയും മുന്നിൽ പ്രദർശനമൊരുക്കുവാൻ കഴിഞ്ഞ അടിയനും അടിയന്റെ പാവകളും ധന്യരായി. ഞങ്ങളും ധന്യരായി സുഹൃത്തെ. പക്ഷെ നാം ഒന്ന് ചോദിക്കട്ടെ, പ്രജകൾക്ക് മുഴുവനുമുണ്ടാ സംശയം. താങ്കളുടെ പാവകൾ ചരടുകളില്ലാതെ എങ്ങനെ ചലിക്കുന്നു? അതാണ് തിരുമനസ്സേ മായാജാലത്തിന്റെ അത്ഭുതം. നമ്മെ കൃഷ്ണദേവരായ എന്ന് വിളിക്കാം. ആർക്കു വേണം കവിതയും ഹാസ്യവും? പാവകൾ മാത്രം മതിയാകും, അല്ലേ രാമ? പക്ഷേ മാന്യമഹാജനങ്ങളെ, പാവകളിക്കാരനെ അനുമോദിക്കൂ. പാവക്കൂത്തുകാരൻ ജയിക്കട്ടെ! പാവക്കൂത്തുകാരൻ ജയിക്കട്ടെ! പാവക്കൂത്തുകാരൻ ജയിക്കട്ടെ! പാവക്കൂത്തുകാരൻ ജയിക്കട്ടെ! പാവക്കൂത്തുകാരൻ ജയിക്കട്ടെ! തിരുമനസ്സേ, ബഹുമാന്യനായ പാവക്കൂത്തുകാരാ, എനിക്കൊരു എളിയ അഭിപ്രായമുണ്ട്. എന്തുകൊണ്ട് പാവനാടകം വിജയനഗരത്തിനൊരു നിത്യപരിപാടി ആക്കിക്കൂടാ? ശരി തന്നെ. പാവകളിക്കാരൻ ഇന്നു മുതൽ നമ്മെയും നമ്മുടെ സഭാവാസികളെയും ആനന്ദിപ്പിക്കണം. നാം എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നതാണ്. കൊട്ടാരം പാവക്കൂത്തുകാരന് സ്വാഗതം. അടിയന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥാനമാണ് അവിടുന്ന് കൽപ്പിച്ചു തന്നത് തിരുമനസ്സേ. വിജയനഗരത്തിനെ സേവിക്കാമെന്ന് അടിയൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു തിരുമനസ്സേ. പാവക്കളി എല്ലാവർക്കും വേണ്ടിയാണ്. കേട്ടോ, നാം ഇനി പാവക്കുത്തുകാരനെ കാണുന്നു. എല്ലാ ഹാസ്യപരിപാടികൾക്കും പകരം പാവക്കളി മാത്രം മതി എന്ന് ആലോചിക്കണം നമുക്ക്. അതോടെ രാമന്റെ അന്ത്യമാകും. എന്നേക്കുമായി ഗുരു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ആരോടാണ് അയാൾ സംസാരിക്കുന്നത്? എനിക്ക് പേടിയാകുന്നു ഗുരുവേ. അയ്യോ, എനിക്ക് പേടിയാകുന്നു രാജഗുരു. ഒന്ന് മിണ്ടാതിരിക്കേണ്ട ടിങ്കരി. വരൂ എന്റെ കൊച്ചു സുഹൃത്തെ, അതെ, നിന്നെ എനിക്ക് നന്നായി അറിയാം. എന്റെ മാന്യ പാവക്കൂത്തുകാരാ, താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഒരിക്കലുമില്ല. ഇവയ്ക്ക് ജീവനുണ്ട്. ആര് രാജഗുരു? എന്തതിശയം! സ്വാഗതം സ്വാഗതം. എന്റെ ഒരു ഉറ്റ ചങ്ങാതിയെ പരിചയപ്പെടുത്താം. മഹാടി, നിഴലുകളുടെ രാജാവ്. നിങ്ങളുടെ വരവ് ആനന്ദകരമാകട്ടെ. ആകും, തീർച്ചയായും, എന്നേക്കും അതെ. വരണം വരണം, സ്വാഗതം, വരണം, സ്വാഗതം. Denali.
അനന്തമായ ആകാശം, പ്രപഞ്ചത്തിന്റെ ഗർഭഗൃഹം. ആർക്കറിയാം എത്ര കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്ന്, എത്രയോ കോടി നക്ഷത്രങ്ങൾ. ആകാശഗംഗ കാണുന്നില്ലേ? ഭൂമിയിലെ നിസ്സാര മനുഷ്യരെ നിങ്ങൾ ധന്യരായെന്ന് കരുതിക്കോളൂ. അന്നറിയണം മഹാരാജാവേ, അറ്റ്ലാന്റിക് സാമ്രാജ്യം കടലെടുത്ത് പോകുന്നതിന് മുൻപ് ഒരു മഹാപ്രവചനം കേൾക്കുകയുണ്ടായി. ഒരു രാജാവുണ്ടാകും, ശ്രേഷ്ഠനായൊരു രാജാവ്, ധർമ്മിഷ്ഠനായ രാജാവ്, ഏറെ കീർത്തിമാനും ആയുഷ്മാനുമായൊരു മഹാരാജാവ്. ആഹാ, വശീകരണ വിദ്യ. രാജഗുരു, കുലീനനായ രാജാവിനെ കുറിച്ച് ബാക്കി പറയണം. രാജഗുരു, അദ്ദേഹത്തിന് മീശയുണ്ടാകുമോ? മഹാരാജൻ വലിയ കൊമ്പം മീശ. ശൗര്യം? ശൗര്യമോ? കോപിച്ചാൽ മൃഗത്തെക്കാളും ശൗര്യ. പക്ഷേ അദ്ദേഹം നീതിമാനാണോ? മഹാരാജൻ അദ്ദേഹം നിഷ്പക്ഷനാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് പൂച്ചകളെപ്പോലും മനുഷ്യരെ പോലെ കണക്കാക്കും. ദേവന്മാർക്ക് ഈ രാജാവിനോട് ഏറെ പ്രീതി ഉണ്ടായിരിക്കും. പക്ഷേ കഷ്ടം, രാജാവ് വളരെ ശുദ്ധനായിരിക്കും, ധർമ്മിഷ്ഠനും ദയാലുവുമായിരിക്കും. സർവസമ്മതനായ അദ്ദേഹത്തിന് ദേവന്മാർ ഒരു സുഹൃത്തിനെ സമ്മാനിക്കും, ഒരു ഉപദേഷ്ടാവ്, തേജസ്വിയും ബുദ്ധിമാനും. ഇതാ നോക്കണം. എന്താ നിങ്ങൾ കാണുന്നില്ലേ? അതാ അവിടെ താരമണ്ഡലത്തിലിരിക്കുന്ന രാജഗുരു, തേജസ്വിയും ബുദ്ധിമാനും. രാജഗുരു, വലിയ ദുർഘടം സംഭവിക്കാൻ പോകുന്നു. അതാണ് ഈ പൂച്ചയുടെ കരച്ചിൽ പ്രവചിക്കുന്നത്. എന്ത്? വളരെ പഴയൊരു ചൊല്ലുണ്ട് മഹാരാജാവേ. ആരാണോ പൂച്ചയുടെ നാവ് പൊള്ളിക്കുന്നത് അയാൾ രാജാവിന്റെ സർവനാശത്തിന് കാരണമാകുമെന്ന്. സത്യമാണോ? മഹാരാജാവേ, ഇതൊന്നും അങ്ങ് വിശ്വസിക്കരുത്. രാജഗുരുവിന് ജ്യോതിഷവും പ്രവചനവും ഒന്നും അറിയില്ല മഹാരാജാവേ. എല്ലാം സൂത്രങ്ങളാണ്. അങ്ങേ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ചീട്ട് കൊണ്ടൊരു പുതിയൊരു കളി കാണിച്ചു തരാം. എന്റെ ഇളയപുത്രൻ പഠിപ്പിച്ചതാണിത്. ഞാൻ ഏറ്റവും വലിയ സ്വർണ്ണക്കിഴി പന്തയം വെക്കാൻ ഒരുക്കമാണ്. അങ്ങേ എളുപ്പം കബളിപ്പിക്കാനാകുമെന്ന്. പന്തയം വെക്കാൻ തയ്യാറാണോ മഹാരാജൻ? ഇത് വെറും കുട്ടികളുടെ കളിയല്ലേ? ധിക്കാരി വിദൂഷക, നമ്മുടെ ബുദ്ധിശക്തിയെ ചോദ്യം ചെയ്യുന്നു. നാം വിജയനഗര ചക്രവർത്തിയാണ് കൃഷ്ണദേവരായൻ. ഞാൻ അവിടുത്തെ ബുദ്ധിയെ ചോദ്യം ചെയ്യുകയല്ല മഹാരാജൻ. ഞാൻ പറഞ്ഞത് ആർക്കും അങ്ങേ കബളിപ്പിക്കാമെന്നാണ്. നീ വീണ്ടും നമ്മെ പ്രകോപിപ്പിക്കുന്നു, അപമാനിക്കുന്നു. നമുക്കും ദൈവകോപമേൽക്കും മഹാരാജൻ. അതിന് കാരണക്കാരൻ ഈ വിദൂഷകനാണ്. അയാളൊരു ദുഷ്ടനായ മന്ത്രവാദിയാണ് മഹാരാജൻ. നമ്മുടെ വിദൂഷകൻ ഒരു ദുർമന്ത്രവാദിയാണെന്നോ? ഇത് വിശ്വാസവഞ്ചനയാണ്. ആരെവിടെ കൊണ്ടുപോകൂ ഈ ദേശദ്രോഹിയെ? വേണ്ട വേണ്ട മഹാരാജൻ, തയ്യാറാക്കൂ ഇവനെ തൂക്കിലേക്കാൻ. ഓ രാമൻ, നീ നമ്മോട് എന്തിനാണിത് ചെയ്തത്? അങ്ങനെ ഇതാ രാമൻ, നിന്റെ വിദൂഷക വേഷത്തിന്റെ അന്ത്യവും വന്നു. അറിയാമോ എന്ത് സംഭവിക്കുമെന്ന്? അറിയാമോ? ഇല്ല രാജഗുരു,
പക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾ അതും പറഞ്ഞു തരുമെന്ന്. ഓ രാമ, നീ എത്ര സമർത്ഥനാണ് അല്ലേ, എത്ര രസികനാണ് അല്ലേ, എന്ത് വേഷവും കോപ്പും. ശ്രദ്ധിച്ചു കേട്ടോ, ഞാനൊരു വലിയ ആനയെ ഇവിടെ കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ കുടുംബം വെച്ച തല ചവിട്ടി അരയ്ക്കാൻ. എന്റെ ആന, നിന്റെ തല. ടിഗരി, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്തിനാ കുഴൽ വെള്ളി നിർത്തിയത്? അങ്ങനെ ഭയപ്പെടുത്തി ഗുരുവേ, എനിക്ക് ഒരു രസവും തോന്നുന്നില്ല. വീട്ടിൽ പോകാൻ തോന്നുന്നു. ഇല്ല ടിഗരി, നീ ഇവിടെ തന്നെ നിൽക്കും. രാമനെ കാക്കണം, ആന വരുന്നത് വരെ. ഗുരുവേ, വേണ്ട വേണ്ട, എന്നെ ഇവിടെ ഇരുട്ടിൽ വിട്ടു പോകരുത്. എനിക്ക് പേടിയാകുന്നു. നാട്ടിലില്ലാത്ത ശവമേ, നിൽക്ക് ടിങ്കരി, അവിടെ നിൽക്ക്. രാമനെ സൂക്ഷിക്കണം. രാമ, എന്റെ സുഹൃത്തെ, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയുമില്ല. എന്നെ തനിച്ചാക്കി പോകരുത് ഗുരുവേ. ഭീരുവനം പോലെ കരയാതിരിക്കേ. നീ എന്നെ അനുസരിക്കില്ലേ ടിങ്കരി? ഇവനെ കാത്തുകൊള്ളണം ടിങ്കരി. ഇല്ലെങ്കിൽ നിന്റെ അന്ത്യമായിരിക്കും. നോക്കിക്കോ, നമുക്ക് വേഗം കാണാം വിദൂഷക, വളരെ വേഗം. പേടിക്കണ്ട. പാവം, ഇനി എന്താകും അവന്റെ കാര്യം? ഓ ടിങ്കരി, നീ രാജഗുരു പറഞ്ഞത് കേട്ടിരുന്നുണ്ടോ? പറയൂ. ഞാൻ മന്ത്രവാദി വിദൂഷകനാണ്. മായാവിയും കൂടിയാണ് ഞാൻ. കൊള്ളാം, വളരെ നല്ല ടിങ്കരി. ഞാൻ നിന്റെ ആത്മാവിനെ വിഴുങ്ങിക്കളയും. പാവം എന്റെ ടിങ്കരി, പുറത്ത് തണുപ്പല്ലേ ടിങ്കരി? നിനക്കറിയാമോ ഇവിടെ അകത്ത് എന്തൊരു നല്ല സുഖമാണെന്ന്? നല്ല ചൂടും നല്ല സുഖവും. എനിക്ക് തണുക്കുന്നു. അതുണ്ടാകും. ഭൂമി ദേവിക്ക് അതറിയാം. ദേവിയുടെ ആഗ്രഹം നീ സുഖിക്കണം എന്നാണ്. എന്താ നിനക്ക് സുഖം വേണ്ടേ ടിങ്കരി? എന്റെ പുന്നാര ടിങ്കരി. സുഖം? രാമ, ഇന്നു മുതൽ നിനക്ക് ഒരിക്കലും തലവേദന ഉണ്ടാകില്ല. തലയുമില്ല, വേദനയുമില്ല. എന്റെ പ്രിയ ഗുരുവേ, വരണം, എന്റെ അടുത്ത് വരണം. സ്വയം ഭൂമി ദേവിയുടെ മടിയിൽ സമർപ്പിക്കണം. അയ്യോ, രാജാവിന്റെ അടുത്ത് വരാൻ ആളുകൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാ? രാജാവിന്റെ വായനാറ്റം സഹിക്കാൻ വയ്യാഞ്ഞേ. എന്തു പറഞ്ഞാലും തെന്നാലി ഒരു പ്രത്യേക തരം വിദൂഷകനായിരുന്നു. അതായത് എല്ലാറ്റിലും സ്വന്തം വ്യക്തിത്വം ഉണ്ടായിരുന്നു. എന്ത് ചെയ്താലും ചിരി വരുമായിരുന്നു. എന്നെ ആരെങ്കിലും വിളിച്ചോ? സുന്ദരി. സഭാവാസികളെല്ലാം രാമന്റെ തിരിച്ചുവരവിൽ അത്ഭുതപ്പെട്ടു. രാജാവ് തന്റെ വിദൂഷകനെ തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം എല്ലാ തെറ്റുകൾക്കും മാപ്പ് കൊടുത്തു. ഭവിഷ്യവാണിയുമില്ല, ആകാശവാണിയുമില്ല. രാജഗുരുവിന്റെയും ടിങ്കരിയുടെയും കാര്യമാണെങ്കിലോ അവർക്ക് ഭൂമി മാതാവിന്റെ മടിത്തട്ടിൽ പരിപൂർണ സുഖം.
അപ്പൊ പിന്നെ കാണാം.